പന്തയം വിളിച്ച മുയൽ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി. കാരണം മുയലിന് ഭയങ്കര ആത്മവിശ്വാസം. താൻ ആരുമായിട്ടാണ് പന്തയം വെച്ചത്? കേവലം അനങ്ങി നടക്കുന്ന ആമയോട്. അപ്പോൾ മുയലിനെ അറിയാം ആ ഡെസ്റ്റിനേഷൻ പോയിന്റ്, അവരെത്തേണ്ട ആ ലക്ഷ്യസ്ഥാനത്തെത്താൻ ആമ എന്തായാലും ഒരുപാട് സമയമെടുക്കും. തനിക്കാണെങ്കിൽ ചാടി വേഗതയിൽ അവിടെ എത്താൻ സാധിക്കും. ഈ ആത്മവിശ്വാസം അമിതമായിട്ടുള്ളതിനാൽ സുഖമായിട്ട് ഈ മുയൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ആമ തൻ്റെ കുറവുകൾ മാനിക്കാതെ ധൈര്യപൂർവം ആത്മവിശ്വാസത്തോടു കൂടി, പ്രതീക്ഷയോടുകൂടി, ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കറിയാം ജയിക്കാൻ സാധ്യതയില്ല, കാരണം തൻ്റെ കുറവ് ജന്മസിദ്ധമായിട്ടുള്ളതാണല്ലോ. എങ്കിലും പ്രയത്നം അത് വളരെ പ്രധാനമാണ് മനുഷ്യ ജീവിതത്തിലാണെങ്കിൽ. എന്തായാലും അമിത ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട്, മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ആമ വിജയിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസമായിപ്പോയി മുയൽ ഉണർന്നപ്പോൾ. അന്നേരം മുയൽ ഉണർന്ന് മനുഷ്യൻ്റെ പിടിയിലായിട്ട് മുയൽ ഇറച്ചിയായിട്ട് തന്നെ മാറി. ആമ കറിയായിട്ടും തീർന്നു. മനുഷ്യൻ്റെ മുമ്പിലാണ് ഈ മുയലും ആമയൊക്കെ മത്സരം ചെയ്യുന്നത്. കൊള്ളാം. മനുഷ്യൻ എന്ന് പറയുന്ന മത്സരബുദ്ധി തന്നെ ആർക്കും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ധാർഷ്ട്യം മുയലിറച്ചിയായിട്ടും ആമ കറിയായിട്ടും ഈ പാവങ്ങൾ തമ്മിലുള്ള മത്സരവും ഇവർ തീർത്തു കൊടുത്തു. ഈ കഥയിൽ നിന്ന് എന്തോ മനസ്സിലായി? നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുക. മനുഷ്യൻ്റെ സഹജീവികളോടുള്ള കൊതിയും ആർത്തിയും, അവരവരുടെ കുറവ് അവരവർ മാനിക്കുക. ശ്രമം നമ്മൾ നടത്തണം, അതിൻ്റെ ഗുണം കിട്ടും. എങ്കിലും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മൾ അംഗീകരിക്കുന്നതാണ് വിജയം. അതാണ് ഈ കഥയുടെ പൊരുൾ. മനുഷ്യൻ്റെ കാര്യം, കറി വയ്ക്കുന്നതും ഇറച്ചിയാക്കുന്നതൊക്കെ അത് അവനവൻ്റെ ഇഷ്ടം, അത് അവനവൻ്റെ കർമ്മം. എന്തായാലും വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ എന്നത് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലെ ഉക്കുലേലെ മെഡിറ്റേഷൻസ്. ജീവിതം ധന്യമാക്കൂ. ഞാൻ കൊല്ലം ഐത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. വിവേകം, വിവേചനം അനുഭവിക്കാം. ധ്യാനത്തിലൂടെ ബുദ്ധിപരമായിട്ടുള്ള ജീവിതം നയിക്കാം. മാത്സര്യം നമ്മുടെ തലയ്ക്ക് പിടിക്കാതിരിക്കട്ടെ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കുറച്ചു കാലം എല്ലാവരും നന്മയോടുകൂടി, എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ. നന്ദി.